500 രൂപ 500 രൂപ. ഇത് ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക്. ചാകര ഉള്ളപ്പോ അന്ന് പിടിക്കുന്ന മീൻ 600 രൂപ 600 രൂപ. നമസ്കാരം. വീണ്ടും നമ്മൾ ഒരു തോട്ടപ്പള്ളി ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ചാകരയുടെ കാഴ്ചകളാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളുണ്ടായ മഴ ഇവിടെ ഗണ്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മീനൊക്കെ വളരെ കുറവാണ്. ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പള്ളി ഹാർബറിലെ കാഴ്ചകളാണ്. ഈ ബോട്ടുകളെല്ലാം കടലിൽ പോകേണ്ടതാണ്. 2 ദിവസമായി നിൽക്കുന്ന ശക്തമായ മഴ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരന്തങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അപ്പൊ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുള്ളതുകൊണ്ട് ഈ ബോട്ടുകളെല്ലാം ഈ യാനത്ത് ഇവിടെ കൊണ്ടിട്ടേക്കുകയാണ്. അവര് ഭയങ്കര നിരാശയിലാണ്. ഒരു ചാകര എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഉത്സവമായിരുന്നു. അപ്പൊ അതിലവർക്ക് ഈ കാലം തെറ്റിയുള്ള ഈ മഴ വരുന്നത് അവർക്കൊരു ഭയങ്കര പ്രശ്നമാണ്. അവരിലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് അതിന്റെ നിരാശയാണ് പറയുന്നത്. കാര്യം ഈ കടമൊക്കെ എടുത്ത് ബോട്ടൊക്കെ എടുത്ത് ഓടുന്നവരൊക്കെ ഉണ്ട് ദൂരെ നിന്നൊക്കെ. ഇവിടെ അങ്ങ് തിരുവനന്തപുരം മുതൽ കുളച്ചൽ മുതലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മംഗലാപുരത്തിന് ഇപ്പുറം കോഴിക്കോട് മുതലുള്ള ആൾക്കാർ ഈ ആലപ്പുഴ വിഭാഗത്ത് വരുന്നുണ്ട്. കേരളത്തിലെ ചിലയിടത്തൊക്കെ വേറെ സ്ഥലങ്ങളിലും ചാകര പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് കൂടുതലും മീനൊക്കെ ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കാലിയായിട്ട് കിടക്കുകയാണ് ഈ ഹാർബർ. ഇവിടെ ഒരു പട്ടി പൂച്ചയും പോലും ഇല്ല. മഴയാണോ? ഇന്നലെ ഒഴിവായിരുന്നു. ഒരേ 1-ാം തീയതി ഇറങ്ങത്തില്ല. ഇല്ല, മലയാളം പ്രത്യേകിച്ച് കർക്കിടക മാസമൊക്കെ ഇല്ല. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള മഴയും പ്രശ്നങ്ങളും ഇത് മാറിക്കഴിയുമ്പോ ചാകരയുടെ അത് വരുമല്ലേ? പെട്ടെന്ന് മാറും. ഇപ്പം തന്നെ മാറി. അതാണ് അവർ ഇറക്കാത്തത്. എല്ലാവരും ഇറക്കി. മറ്റേ ബോട്ടൊക്കെ പോയി 2 ആഴ്ച കഴിഞ്ഞൊക്കെ വരുന്ന ആ മീനൊക്കെ നമുക്ക് കിട്ടുന്നത്. ഉള്ള ഹോട്ടലുകളും കടകളും ഒക്കെ ഇന്ന് അടച്ചിരിക്കുകയാണ്. കാര്യം ഇവിടെ മീൻ ആശ്രയിച്ച് മാത്രമാണ് ഇവിടുത്തെ കച്ചവടക്കാരും അവരുടെ ജീവിതം നയിക്കുന്നത്. ഇപ്പൊ മീനില്ല. കഴിഞ്ഞ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് ചാകര വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.